പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ ചരിത്രം പറയുന്ന സൂറത്താണ് പ്രിയമുള്ളവരെ, സൂറത്തു യൂസുഫ്. നല്ല ചരിത്രങ്ങൾ അല്ലാഹു സൂറത്തു യൂസുഫിൽ പറയുന്നുണ്ട്. യൂസുഫ് നബിയുടെയും യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെയും സൂറത്തു യൂസുഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് നബിക്ക് ഇറക്കി കൊടുക്കാൻ ചില കാരണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഏറെ സങ്കടപ്പെട്ട, ഏറെ വിഷമിച്ച ഒരു വർഷമാണ് ദുഃഖവർഷം അഥവാ ആമുൽ ഹുസ്ൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ദുഃഖവർഷം എന്നറിയപ്പെടുന്ന ആ വർഷത്തില് അല്ലാഹുവിന്റെ റസൂൽ സങ്കടപ്പെടാൻ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ വഫാത്തായതിനു ശേഷം അല്ലാഹുവിന്റെ റസൂലിന് താങ്ങും തണലുമായിരുന്ന അബൂ താലിബ് മരണപ്പെട്ടത് ദുഃഖവർഷത്തിലാണ്. എല്ലാ സഹായവും അല്ലാഹുവിന്റെ റസൂലിന് ചെയ്തു കൊടുത്തത് അബൂ താലിബായിരുന്നു. സാമത്ത സൗകര്യം, അതുപോലെ തന്നെ ഭക്ഷണ സൗകര്യങ്ങള്, വസ്ത്രം എല്ലാം റസൂലുള്ളാഹിക്ക് ചെയ്തു കൊടുത്തത് അബൂ താലിബായിരുന്നു. ആ അബൂ താലിബ് ആമുൽ ഹുസ്ൻ എന്നറിയപ്പെടുന്ന ദുഃഖവർഷത്തിൽ മരണപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ വിഷമിച്ചു, വല്ലാതെ സങ്കടപ്പെട്ടു. ആ അബൂ താലിബ് മരണപ്പെട്ടതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ ഭാര്യയായ ഖദീജ ബീവിയും വഫാത്താവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖദീജ ബീവി വഫാത്തായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ സങ്കടപ്പെട്ടു, വല്ലാതെ വിഷമിച്ചു. കാരണം ആരാരുമില്ലാത്ത സമയത്ത് അബൂ താലിബ് മരണപ്പെട്ടു. ഹബീബായ തങ്ങളുടെ മാതാപിതാക്കൾ വഫാത്തായി. നബിയെ സംരക്ഷിക്കാൻ, നബിക്ക് മാതാവിന്റെ സ്നേഹം കൊടുക്കാൻ, ഉപ്പയുടെ സ്നേഹം കൊടുക്കാൻ, അബൂ താലിബിന്റെ സ്നേഹം കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് ഖദീജ ബീവി മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഖദീജ ബീവിയും വഫാത്താവുകയാണ്. ആരാണ് പ്രിയമുള്ളവരെ ഖദീജ ബീവി? ഞാനും നിങ്ങളും കേട്ടതല്ലേ, പാടുന്നതല്ലേ? മാണിക്യമലരായ ബീവി, മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മാണിക്യമലരായ ബീവി, മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഖാതിമുൻ നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം ഖൽബിനുള്ളിൽ മോഹമോദിച്ചു, മോഹമോദിച്ചു. ആ ഖദീജ ബീവിയാണ് വഫാത്തായത്. പ്രിയമുള്ളവരെ, ഖദീജ ബീവിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഓളെ ആയിഷ, മാ അബദനി അല്ലാഹു ഖൈറൻ മിൻ ഖദീജ, ഖദീജയേക്കാൾ എനിക്ക് ഈ ദുനിയാവില് അല്ലാഹു ഖൈറായത് മറ്റൊന്നും നൽകിയിട്ടില്ല. ആമനത് ബീഹിന കദ്ദബനി അന്നാസ്, ജനങ്ങൾ മുഴുവനും എന്നെ കളവാക്കിയപ്പോൾ, ജനങ്ങൾ മുഴുവനും എന്നെ കള്ളനാണെന്ന് ചിത്രീകരിച്ചപ്പോൾ, ജനങ്ങൾ മുഴുവനും എന്നെ അവിശ്വസിച്ചപ്പോൾ എന്റെ കൂടെ നിന്നത്, എന്നെ വിശ്വസിച്ചത്, എന്നെ സത്യമാക്കിയത് ഖദീജയല്ലാതെ മറ്റാരുമല്ല ആയിഷ. വവാസതനി ബിമാലിഹാ ഹീന ഹറമനി അന്നാസ്, എന്റെ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും എനിക്ക് വെള്ളം തടയപ്പെട്ടു, എനിക്ക് ഭക്ഷണം തടയപ്പെട്ടു, എനിക്ക് താമസ സൗകര്യങ്ങൾ തടയപ്പെട്ടപ്പോ എന്നെ സഹായിച്ചത്, സമ്പത്ത് തന്ന് സഹായിച്ചത് ഖദീജയാണ് ആയിഷ. ആ ഖദീജ ബീവിയെ കുറിച്ച് എന്നോട് ഒരു കുറ്റവും പറയണ്ട, ഒരു പരാതിയും പറയണ്ട ആയിഷ എന്ന് ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവെങ്കില് ഖദീജ ബീവിയോട് നബിക്കുള്ള സ്നേഹം എത്രയാണ്. അല്ലാഹുവേ, നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് ഖദീജ ബീവിയെ കാണാൻ, ആയിഷ ബീവിയെ കാണാൻ, ഫാത്തിമ ബീവിയെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞാൻ
ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അബൂ ത്വാലിബും മഹദിയായ ഖദീജ ബീവിയും വഫാത്തായ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ വിഷമിച്ചു, വല്ലാതെ സങ്കടപ്പെട്ടു. ആ വർഷത്തിന് പറയുന്ന പേരാണ് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, സങ്കടപ്പെട്ടിരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അദാ വാനലോകത്ത് നിന്ന് ഇറക്കിയ സൂറത്താണ് സൂറത്തു യൂസുഫ്. നബിയെ നിങ്ങൾ സങ്കടപ്പെടണ്ട, നബിയെ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളെക്കാളുമൊക്കെ എത്രയോ പ്രയാസങ്ങൾ അനുഭവിച്ച നബിയാണ് മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാം. തന്റെ സഹോദരന്മാര് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി എറിയുകയാണ്, ഉപ്പയിൽ നിന്ന് ചെറുപ്രായത്തിൽ തന്നെ അകറ്റുകയാണ്. തന്റെ സഹോദരന്മാര് ചതിക്കുകയാണ്, തന്റെ സഹോദരന്മാര് യൂസുഫ് നബിയോട് അസൂയ വെക്കുകയാണ്. തീർന്നിട്ടില്ല, ഒരുപാട് കാലം യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കടന്നില്ല നബിയേ. പക്ഷേ അവസാനം അല്ലാഹു വിജയം കൊടുത്തത് മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാമിനാണ്. അതുകൊണ്ട് നിങ്ങളും ക്ഷമിക്കണം നബിയെ. നിങ്ങൾ എത്ര പ്രയാസപ്പെട്ടാലും സങ്കടപ്പെട്ടാലും അവസാനം വിജയം നിങ്ങൾക്ക് തന്നെയാണ് നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ സൂറത്താണ് സൂറത്തു യൂസുഫ്. ആ സൂറത്തു യൂസുഫ് നിങ്ങൾ പാരായണം ചെയ്താൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്നറിയോ? ലാ യഖറഉ സൂറത്ത യൂസുഫിൻ മഹ്സൂൻ. ഒരു മഹ്സൂനായ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾ സൂറത്തു യൂസുഫ് എടുത്ത് പാരായണം ചെയ്താൽ ഇല്ലസ്തറാഹ ഇലൈഹാ, അവനിക്ക് ആശ്വാസം ലഭിക്കുകയാണ്. നല്ല സമാധാനം ഉണ്ടാകും, നല്ല റാഹത്ത് ഉണ്ടാകും. നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോ, എന്തെങ്കിലും സങ്കടം വരുമ്പോ നമ്മൾ ഉടനെ പോയി സൂറത്തു യൂസുഫ് എടുത്ത് മറിക്കുക. സൂറത്തു യൂസുഫ് ആത്മാർത്ഥതയോടുകൂടെ അല്ലാ എന്ന ചിന്തയോടുകൂടെ പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാ നിങ്ങളെ വിഷമങ്ങൾ മാറുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ, സൂറത്തു യൂസുഫിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിലെ ദുഃഖങ്ങൾ അകറ്റി തരണേ അല്ലാ, കഷ്ടപ്പാടുകൾ അകറ്റി തരണേ റബ്ബേ. മാത്രമല്ല തഫ്രീജുൽ ഖുറൂബ്, വിഷമങ്ങൾ മാറാനുള്ള മന്ത്രമാണ്. നമ്മൾ ദുആഉൽ ഖർബ് എന്ന് പറയാറില്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ വിഷമങ്ങൾ മാറാനുള്ള മന്ത്രമാണ്, വിഷമങ്ങൾ മാറാനുള്ള ആയുധമാണെന്ന് പറയാറില്ലേ? അതുപോലെ ഏറ്റവും വലിയ ഒരു മന്ത്രമാണ് സൂറത്തു യൂസുഫ് എന്ന് പറയുന്നത്. തസ്കീനുൻ നഫ്സി, മനസ്സിന് ശാന്തത ലഭിക്കാൻ, മനസ്സിന് സമാധാനം ലഭിക്കാൻ, മനസ്സിന്റെ വേദനകൾ മാറാൻ സൂറത്തു യൂസുഫ് നല്ലതാണ്. എത്രയോ ആളുകളെ ജീവിതം പൊറുതിമുട്ടി ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ടെന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്ക് നല്ല ജീവിതം നൽകണേ അല്ലാ, അവരെ കാക്കണേ റബ്ബേ. അതിനുള്ള ഒരു മരുന്നാണ് സൂറത്തു യൂസുഫ്. അതുപോലെ അസ്സബ്റു അലൽ ബലാ, ആഫത്ത് മുസീബത്തുകളുടെ മേൽ ക്ഷമിക്കാനുള്ള മനസ്സ് ലഭിക്കും. നമ്മൾ സൂറത്തു യൂസുഫ് നിരന്തരമായി പാരായണം ചെയ്താൽ, ഇത് പരീക്ഷണത്തിന്റെ ഒരു കാലഘട്ടമാണ്. പല രൂപത്തിലും അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. ആ സമയത്ത് നമ്മൾക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ടാകണം. അതിന് സൂറത്തു യൂസുഫുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ മതി. അല്ലാഹുവേ, ക്ഷമിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അമേരിക്കയും ഇസ്രായേലും ഇറാനും യുദ്ധം കാരണം നമ്മളെ പ്രവാസികളൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. അവർക്ക് കാവൽ നൽകണേ അല്ലാ, അവർക്ക് സമാധാനം നൽകണേ.